രാധയുടെ മരണത്തെക്കുറിച്ചുള്ള കഥ കേൾക്കണോ? രാധയില്ലാതെ കൃഷ്ണനില്ല, കൃഷ്ണനില്ലാതെ രാധയുമില്ല. അവരുടെ ആത്മാവിലൂടെയാണ് അവർ സ്നേഹം പങ്കിട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ ശ്രീകൃഷ്ണൻ തന്റെ പ്രിയപ്പെട്ട രാധയെ വിവാഹം കഴിച്ചിട്ടില്ല. പുരാണങ്ങൾ അനുസരിച്ച് ശ്രീകൃഷ്ണന് 8 വയസ്സുള്ളപ്പോഴാണ് രാധയുമായി പ്രണയത്തിലായത്. അവളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം വളരെ സത്യവും ശാശ്വതവുമായിരുന്നു. കൃഷ്ണൻ തന്റെ ജീവിതത്തിൽ രാധയെയും ഓടക്കുഴലിനെയും മാത്രമേ മറ്റെന്തിനേക്കാളും സ്നേഹിച്ചിരുന്നുള്ളൂ എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് കൃഷ്ണൻ ഓടക്കുഴൽ എപ്പോഴും കൂടെ സൂക്ഷിച്ചിരുന്നത്. അക്കാലത്ത് മധുരയിലെ ക്രൂരനായ ഭരണാധികാരിയായ കംസനെ കൊല്ലുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ലക്ഷ്യം. കൃഷ്ണൻ വൃന്ദാവൻ വിട്ട് മധുരയിലേക്ക് കംസനെ വധിക്കാൻ പുറപ്പെട്ടതോടെയാണ് അവരുടെ വേർപിരിയലിന്റെ ആദ്യഘട്ടം ആരംഭിച്ചത്. കംസനുമായുള്ള ഏറ്റുമുട്ടലിൽ കൃഷ്ണൻ വിജയിക്കുകയും മധുര രാജ്യത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കുകയും ചെയ്തു. അതിനുശേഷം രാധയെ അനുഗമിക്കാൻ അദ്ദേഹം തന്റെ ഒരു സഹയാത്രികനെ അവളുടെ ഗ്രാമത്തിലേക്ക് അയച്ചു. എന്നാൽ രാധ അതിന് വിസമ്മതിക്കുകയും കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം തന്റെ ഗ്രാമത്തിൽ താമസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞു. കൃഷ്ണനുമായി വീണ്ടും ഒന്നിക്കാനുള്ള ഒരു ആന്തരിക വിളി രാധയ്ക്ക് അനുഭവപ്പെട്ടു. അവൾ ദ്വാരക സന്ദർശിക്കാൻ തീരുമാനിച്ചു. ദ്വാരകയിലെത്തിയപ്പോൾ രുക്മിണിയും സത്യഭാമയുമായുള്ള കൃഷ്ണന്റെ വിവാഹത്തെക്കുറിച്ച് അവൾ കേട്ടു. പക്ഷേ അതറിഞ്ഞെങ്കിലും അവൾക്ക് സങ്കടം തോന്നിയില്ല. രാധയെ കണ്ടപ്പോൾ കൃഷ്ണൻ വളരെ സന്തോഷിച്ചു. ഏറെ നേരം ഇരുവരും പരസ്പരം സംസാരിച്ചു. ദ്വാരകയിൽ രാധയെ ആർക്കും അറിയില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾ രാധ കൊട്ടാരത്തിൽ താമസിച്ചു. അവസരം ലഭിക്കുമ്പോൾ എല്ലാം രാധ കൃഷ്ണനെ കാണാറുണ്ടായിരുന്നു. പക്ഷേ കൊട്ടാരത്തിൽ രാധയ്ക്ക് ശ്രീകൃഷ്ണനുമായുള്ള ആത്മീയ ബന്ധം പഴയതുപോലെ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ശ്രീകൃഷ്ണനുമായി ആഴത്തിലുള്ള ആത്മീയ ബന്ധം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊട്ടാരത്തിൽ നിന്ന് പോകാൻ രാധ തീരുമാനിച്ചു. കാരണം വേർപിരിയലും കാത്തിരിപ്പുമാണ് അവരുടെ പ്രണയത്തെ കൂടുതൽ തീവ്രമാക്കിയിരുന്നത്. താൻ എവിടേക്കാണ് പോകുന്നതെന്ന് രാധയ്ക്ക് അറിയില്ലായിരുന്നു. അവളുടെ അവസാന നാളുകൾ പൂർണ്ണമായും ഏകാന്തം നിറഞ്ഞതായിരുന്നു. രാധ എവിടേക്കാണ് പോയിരുന്നതെന്ന് ഭഗവാൻ കൃഷ്ണൻ അറിയാമായിരുന്നു. അങ്ങനെ അദ്ദേഹം രാധയുടെ അടുത്തെത്തി. രാധ തന്നിൽ നിന്ന് എന്തോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കൃഷ്ണന് മനസ്സിലായി. പക്ഷെ അദ്ദേഹം എത്ര ചോദിച്ചിട്ടും അവൾ ഒന്നും തന്നെ പറഞ്ഞില്ല. അവസാനം കൃഷ്ണന്റെ അഭ്യർത്ഥന പ്രകാരം അവൾ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നത് കേൾക്കണമെന്നായിരുന്നു രാധയുടെ ആഗ്രഹം. ശ്രീകൃഷ്ണൻ തന്റെ പുല്ലാങ്കുഴൽ എടുത്ത് വളരെ ശ്രുതിമധുരമായ ഈണത്തിൽ വായിക്കാൻ തുടങ്ങി. അവൾ ആത്മീയമായി കൃഷ്ണനുമായി ലയിച്ചു. ഓടക്കുഴലിന്റെ ഈണം കേട്ടുകൊണ്ട് രാധ തന്റെ ശരീരം ഉപേക്ഷിച്ചു. രാധയുടെ മരണം സഹിക്കാനാവാതെ ശ്രീകൃഷ്ണൻ പ്രണയത്തിന്റെ പ്രതീകാത്മകമായ അന്ത്യം എന്ന നിലയിൽ ഓടക്കുഴൽ ഒടിക്കുകയും പിന്നീടൊരിക്കലും കൃഷ്ണൻ ഓടക്കുഴൽ വായിച്ചിട്ടുമില്ല.